കഥ മഴയിൽ തുടങ്ങി പ്രണയം. കേരളത്തിലെ ഒരു ചെറിയ ഹിൽ സ്റ്റേഷൻ. മഞ്ഞും മഴയും എന്നും കൂടെയുണ്ടാകുന്ന ഒരു മനോഹരമായ പട്ടണം. ആ പട്ടണത്തിലേക്ക് ഒരു ദിവസം ഒരു പുതിയ അധ്യാപകനെത്തി. അവന്റെ പേര് അബിൻ. അബിൻ നഗരത്തിൽ നിന്നുള്ള ആളായിരുന്നു. തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് കുറച്ച് ശാന്തത തേടിയാണ് അവൻ ഈ ചെറിയ പട്ടണത്തിലെ സ്കൂളിൽ ജോലി സ്വീകരിച്ചത്. ആദ്യ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ ആകാശം പെട്ടെന്നിരുണ്ടു. കുറച്ചു നിമിഷങ്ങൾക്കകം ശക്തമായ മഴ തുടങ്ങി. അബിൻ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. അവിടെ ഇതിനകം ഒരാൾ നിന്നിരുന്നു. ഒരു പെൺകുട്ടി, കയ്യിലൊരു പുസ്തകവും ഒരു നീല കുടയും. അവൾ അബിനെ നോക്കി ചെറിയൊരു ചിരി ചിരിച്ചു. ഇവിടെ മഴ എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് ആരും പറയാൻ കഴിയില്ല, അവൾ പറഞ്ഞു. അബിൻ ചിരിച്ചു. ഇന്നെനിക്കത് മനസ്സിലായി. അവളുടെ പേര് അനഘ. അവൾ അതേ സ്കൂളിലെ ആർട്ട് ടീച്ചറായിരുന്നു. ആ ദിവസം മുതൽ അവരുടെ സൗഹൃദം ആരംഭിച്ചു. സ്കൂൾ കഴിഞ്ഞ് അവർ പലപ്പോഴും സംസാരിക്കുമായിരുന്നു. ചിലപ്പോൾ സ്കൂളിന്റെ തോട്ടത്തിലിരുന്നു, ചിലപ്പോൾ മലമുകളിൽ നിന്നുള്ള സൂര്യാസ്തമയം കാണും. അനഘ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്ന ആളായിരുന്നു. അവൾ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തും. ഒരു ദിവസം അവർ മലമുകളിലിരിക്കുകയായിരുന്നു. കാറ്റ് ശക്തമായി വീശി. അനഘ ചോദിച്ചു, അബിൻ, നിനക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള കാലാവസ്ഥ? അബിൻ ചിന്തിച്ചു. മഴ, അവൻ പറഞ്ഞു. എന്തുകൊണ്ട്? അവൾ ചോദിച്ചു. അബിൻ ചിരിച്ചു. കാരണം ഞാൻ നിന്നെ ആദ്യമായി കണ്ടത് മഴയിലായിരുന്നു. അനഘ കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ അവൾ ചിരിച്ചു. അവിടെ നിന്നാണ് അവരുടെ പ്രണയം ആരംഭിച്ചത്. ദിവസങ്ങൾ മാസങ്ങളായി മാറി. അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. പക്ഷെ ഒരു ദിവസം അനഘ വളരെ ശാന്തയായി. അബിൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അവൾ പറഞ്ഞു, എനിക്ക് മറ്റൊരു നഗരത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഒരു വലിയ ആർട്ട് സ്കൂൾ അവസരം കിട്ടി. ആ വാർത്ത അബിന്റെ മനസ്സിനെ തകർത്തു. പക്ഷെ അവൻ അവളുടെ സ്വപ്നങ്ങളെ തടയാൻ ആഗ്രഹിച്ചില്ല. പോകുന്ന ദിവസം വീണ്ടും മഴ പെയ്തു. അവരെ ആദ്യമായി കണ്ട അതേ ബസ് സ്റ്റോപ്പിൽ അവർ നിന്നു. അനഘ പറഞ്ഞു, നമ്മൾ വീണ്ടും കാണുമോ എന്നറിയില്ല, പക്ഷെ ഈ മഴ വരുമ്പോൾ നീ എന്നെ ഓർക്കും. അവൾ ബസ്സിൽ കയറി. ബസ് ദൂരെയായി. മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വീണ്ടും അതേ പട്ടണത്തിൽ ശക്തമായ മഴ. അബിൻ അതേ ബസ് സ്റ്റോപ്പിൽ നിന്നു. പിന്നിൽ നിന്നൊരു ശബ്ദം. ഇവിടെ മഴ ഇപ്പോഴും അപ്രതീക്ഷിതമായിട്ടാണോ തുടങ്ങുന്നത്? അബിൻ തിരിഞ്ഞു നോക്കി. അത് അനഘയായിരുന്നു. അവൾ തിരികെ വന്നിരുന്നു. അബിൻ ചിരിച്ചു. കഥ വിവാഹത്തിന് 10 മിനിറ്റ് മുമ്പ്. കോഴിക്കോട് ഒരു വലിയ വിവാഹമണ്ഡപം. ലൈറ്റുകളും സംഗീതവും ആളുകളുടെ തിരക്കും. വധു അൻവിത, വരൻ വിഷ്ണു. എല്ലാം പെർഫെക്റ്റ്. പക്ഷേ അൻവിതയുടെ ഹൃദയം ശാന്തമല്ലായിരുന്നു. കാരണം അവൾ ഒരാളെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു ഈ വിവാഹം. അവന്റെ പേര് ആദിൽ. കോളേജ് കാലത്ത് തുടങ്ങിയ ഒരു ഇന്റൻസ് പ്രണയം. ഡിഫറന്റ് റിലീജിയൻസ്, ഫാമിലി ഒപ്പോസിഷൻ, ഈഗോ ഫൈറ്റ്സ്. ഒരു ദിവസം വലിയൊരു തർക്കം. ഇനി ഒരിക്കലും എന്റെ മുന്നിൽ വരരുത്, അൻവിത പറഞ്ഞു. ആദിൽ പോയി. ബാക്ക് വന്നില്ല. 2 വർഷങ്ങൾക്ക് ശേഷം വീട്ടുകാർ വിഷ്ണുവിനെ കണ്ടു. ഗുഡ് ജോബ്, ഗുഡ് ഫാമിലി, നോ ഡ്രാമ. അവൾ യെസ് പറഞ്ഞു. പക്ഷേ ഹൃദയം വെയിറ്റ് പറഞ്ഞു. വിവാഹ ദിവസം. മാലമാറ്റത്തിന് 10 മിനിറ്റ് മുമ്പ്. അൻവിതയിലെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അൺനോൺ നമ്പർ. മെസ്സേജ്: ഇഫ് യു ആർ ഹാപ്പി, ഐ വോണ്ട് ഡിസ്റ്റർബ് യു. ബട്ട് ഇഫ് യു ആർ മാരിയിങ് ജസ്റ്റ് ടു ഫോർഗെറ്റ് മീ, ഡോണ്ട്. അവളുടെ കൈകൾ വിറച്ചു. മറ്റൊരു മെസ്സേജ്: ഐ എം ഔട്ട്സൈഡ്. അവൾ കണ്ണാടി മുന്നിൽ നിന്നു. ബ്രൈഡൽ മേക്കപ്പ്, ഹെവി സാരി, കണ്ണുകളിൽ കണ്ണീർ. അവളൊരു തീരുമാനമെടുത്തു. മണ്ഡപത്തിന് പുറത്തേക്ക് നടന്നു. ഗേറ്റ് പുറത്തു നിൽക്കുന്ന ഒരാൾ. സിംപിൾ ഷർട്ട്, റെഡ് ഐസ്. ആദിൽ. നീ ലേറ്റായി, അവൾ പറഞ്ഞു. നീ വെയിറ്റ് ചെയ്യുന്നത് നിർത്തിയിട്ടില്ലെന്നറിഞ്ഞപ്പോൾ ഞാൻ ഓടി, അവൻ പറഞ്ഞു. അവൾ ഒരു ചോദ്യം ചോദിച്ചു. നീ ഇന്നും എന്നെ വിവാഹം കഴിക്കുമോ, ഈവൻ ഇഫ് ഇറ്റ് മീൻസ് ഫൈറ്റിംഗ് ദി ഹോൾ വേൾഡ്? ആദിൽ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. യെസ്. അവൾ മണ്ഡപത്തിലേക്ക് തിരിച്ചുപോയി. സ്റ്റേജിൽ നിൽക്കുന്ന വിഷ്ണുവിന്റെ മുന്നിൽ.
എനിക്കൊരു തെറ്റ് ചെയ്യാൻ പാടില്ല, അവൾ പറഞ്ഞു. ഞാൻ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഞാൻ മറ്റൊരാളെ ഇന്നും സ്നേഹിക്കുന്നു. ഹാൾ മുഴുവൻ ഷോക്ക്. വിഷ്ണു കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. പിന്നീട് പറഞ്ഞു, സത്യമായ തീരുമാനം ലേറ്റോയാലും ശരിയാണ്. ഫേക്ക് ജീവിതം വേണ്ട. വർഷങ്ങൾക്ക് ശേഷം സാധാരണ ഒരു രജിസ്ട്രാർ ഓഫീസ്. അൻവിതയും ആദിലും. നോ ബിഗ് ഡെക്കറേഷൻ, നോ ക്രൗഡ്. പക്ഷേ ഇസാരി ഹൃദയം ശാന്തം. വർഷങ്ങൾക്ക് ശേഷം അൻവിത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, വിവാഹത്തിന് 10 മിനിറ്റ് മുമ്പ് ഞാൻ ഭയപ്പെട്ടു, പക്ഷേ ഞാൻ സത്യത്തെ തെരഞ്ഞെടുക്കുകയായിരുന്നു.